പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. 2026 ഏപ്രിൽ 9 നടന്ന നമ്മുടെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഉദ്വേഗജനകമായ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 2026 മെയ് 4 നടക്കുന്നത്. സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ സാക്ഷരതയിലും ശുചിത്വത്തിലും ആരോഗ്യമേഖലയിലും രാഷ്ട്രീയ ജനാധിപത്യ അവബോധത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും മതസൗഹാർദ്ദത്തിലും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായ മലയാളികളുടെ സ്വന്തം കേരളത്തിന്റെ ജനവിധി എന്ന തലവിധി അറിയാൻ പ്രധാനമന്ത്രി ശ്രീ മോദിജി അടക്കം ഇന്ത്യ മുഴുവൻ മെയ് 4 വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM-ൽ കൃത്രിമങ്ങൾ നടന്നില്ലെങ്കിൽ രാഷ്ട്രീയ കൈരളിയുടെ തലവര മാറ്റിവരയ്ക്കുന്ന ഈ ജനവിധി രാഷ്ട്രീയ പാർട്ടി മുന്നണി ബന്ധങ്ങളിലും പ്രാദേശിക ജാതി മത സമവാക്യങ്ങളിലും സംസ്ഥാനത്തിന്റെ വികസനത്തിലും വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കേരളത്തിലെ ചെറുതും വലുതുമായ 14 ജില്ലകളിൽ നീണ്ടുകിടക്കുന്ന 140 നിയമസഭാ മണ്ഡലങ്ങളിലെ മുൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും ഇപ്പോഴത്തെ ട്രെൻഡും രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്ഥാനാർത്ഥികളുടെ മുൻതൂക്കവും തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളും അടിയൊഴുക്കുകളും നിഷ്പക്ഷമായി പഠനവിധേയമാക്കി തയ്യാറാക്കിയ കേരള ജനവിധി 2026 ഫലപ്രവചനമാണ് പ്രിയ മലയാളി സുഹൃത്തുക്കൾക്കായി ഇവിടെ നൽകുന്നത്. 2026 ഏപ്രിൽ 9 കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന അത്യന്തം വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അഥവാ UDF 85 മുതൽ 95 വരെ സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ കേരള ഭരണം പിടിച്ചെടുക്കുന്നതാണ് നിഷ്പക്ഷ ജനഹിത പഠനങ്ങൾ നൽകുന്ന ചിത്രം. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് അഥവാ LDF-ന് കേവലം 45 മുതൽ 55 വരെ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നാണ് വിശ്വസനീയമായ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരവും UDF തരംഗവും ആഞ്ഞടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-ന്റെ സീറ്റ് നില ചരിത്രത്തിലാദ്യമായി 100 കടക്കാനും CPM നേതൃത്വത്തിലുള്ള LDF 40-ന് താഴേക്ക് കൂപ്പുകുത്താനും സാധ്യതയുണ്ടെന്ന് വിശകലനങ്ങൾ സൂചന നൽകുന്നു. മോഡിജിയുടെ നേതൃത്വത്തിലുള്ള BJP കേന്ദ്രഭരണത്തിന്റെ പരിപൂർണ സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണയിൽ ചുരുങ്ങിയത് 10-15 സീറ്റുകൾ എന്ന വമ്പൻ പ്രതീക്ഷകളുമായി വന്ന NDA രാജീവ് ചന്ദ്രശേഖർ എന്ന കോടീശ്വരനായ വ്യവസായ പ്രമുഖന്റെ സംസ്ഥാന നേതൃത്വത്തിലും കേരളത്തിൽ പച്ചതൊടില്ല എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 0 മുതൽ 1 സീറ്റ് വരെ മാത്രമാണ് NDAയുടെ സാധ്യത. മധ്യ കേരളത്തിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, വടക്കൻ കേരളത്തിൽ മലപ്പുറം, വയനാട്, കാസർഗോഡ്, തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട എന്നീ ജില്ലകൾ UDF തൂത്തുവാരുമ്പോൾ വടക്ക് LDF-ന്റെ കൊട്ടകളായ കണ്ണൂരും കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും UDF അതിശക്തമായ മുന്നേറ്റം നടത്തും. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ CPM നേതൃത്വത്തിലുള്ള LDF-ന്റെ കുത്തക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF തകർക്കുന്നതും ഈ ജനവിധിയിൽ കാണാം. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF-ൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം എന്നീ പാർട്ടികൾ വൻ നേട്ടം കൊയ്യുമ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF-ൽ CPM, CPI, കേരള കോൺഗ്രസ്, മണി വിഭാഗം എന്നീ വൻ ശക്തികൾ ദയനീയ പരാജയം വീക്ഷിക്കുന്നതാണ്. 3ാം തവണയും LDF-ന് തുടർ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി 3ാം ഊഴവും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി 82 വയസ്സുള്ള വൃദ്ധനും പരിക്ഷീണിതനും ഗുരുതര രോഗങ്ങളും വാർദ്ധക്യവും അലട്ടുന്ന സഖാവ് പിണറായി വിജയൻ LDF-നെ ഇത്തവണ വൻ തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിക്കുന്നത് തുടർച്ചയായി 3ാം തവണയാണ് എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF-നെ നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അത്തവണ LDF-ന് കേരളത്തിലെ 20 സീറ്റുകളിൽ കേവലം 1 സീറ്റ് മാത്രമായി VD സതീശന്റെ നേതൃത്വത്തിൽ UDF വമ്പൻ പരാജയമാണ് LDF-ന് നൽകിയത്. വീണ്ടും 2025 കേരള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ LDF-നെ നയിച്ചത് അതേ മുഖ്യമന്ത്രി പിണറായി തന്നെ. ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും LDF സതീശന്റെ നേതൃത്വത്തിലുള്ള UDF-ൽ നിന്നും കനത്ത പരാജയം ഏറ്റുവാങ്ങി. ഇതാ 2026 3 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച UDF-ൽ നിന്ന് തുടർച്ചയായ 3ാം തോൽവിയും ഏറ്റുവാങ്ങുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫല സൂചനകൾ. ജനാധിപത്യത്തിൽ ജനഹിതം മാനിക്കാതെ വൻ തോൽവികൾ തുടർച്ചയായി വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങാൻ പാർലമെന്ററി വ്യാമോഹം ബാധിച്ച സഖാവ് പിണറായിയുടെ ജീവിതവും ധാർഷ്ട്യവും പിന്നെയും ബാക്കി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അനിവാര്യമായ ഉൾപാർട്ടി ജനാധിപത്യവും വിമർശന സ്വാതന്ത്ര്യവും ഇല്ലായ്മ ചെയ്ത് നേതൃത്വത്തിന്റെ തെറ്റുകൾ അണികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തുന്നതിന് പകരം ചൂണ്ടിക്കാണിക്കുന്നവരെ അച്ചടക്കത്തിന്റെ വാളോങ്ങിയും പാർട്ടിക്ക് പുറത്താക്കിയും നിശബ്ദരാക്കി ഏകാധിപത്യത്തിലേക്ക് പാർട്ടി നേതൃത്വം വഴിപിഴയ്ക്കുമ്പോൾ കേവലം ഒരു വ്യക്തിയിലേക്ക് തൊഴിലാളി വർഗ പാർട്ടി ചുരുങ്ങുമ്പോൾ അർഹിച്ച കനത്ത പരാജയം പൊതുജനം നൽകുന്നത് ജനാധിപത്യത്തിലെ സ്വാഭാവിക നീതി മാത്രം. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തിയാൽ പാർട്ടി നേതൃത്വത്തിന് നന്ന്. അല്ലെങ്കിൽ മറ്റൊരു ബംഗാളോ ത്രിപുരയോ കേരളത്തിലും ആവർത്തിക്കും. 75 വയസ്സ് കഴിഞ്ഞ മറ്റ് മുഴുവൻ സീനിയർ നേതാക്കളെയും പാർട്ടി നേതൃത്വത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയ അതേ പാർട്ടി 82 വയസ്സായ വൃദ്ധനും രോഗിയും പരിക്ഷീണിതനും ഏകാധിപതിയുമായ ഒരു നേതാവിനെ മാത്രം അധികാരത്തിൽ നിന്നും മാറ്റാതെ വീണ്ടും വീണ്ടും വഴിക്കുന്നത് കടുത്ത നീതികേടല്ലേ?
എന്ന ന്യായമായ ചോദ്യം ഇവിടെ ജനങ്ങൾ ഉയർത്തുന്നു. ഇത് പാർട്ടി നേതൃത്വത്തിന്റെ ദാസ്യ മനോഭാവവും കഴിവുകേടുമല്ലേ? പാർലമെന്ററി ജനാധിപത്യത്തിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതൃത്വം ഒരു ധാർഷ്ട്യക്കാരൻ രാജാവും കുറെ ഭൃത്യന്മാരുമായി അധപ്പതിക്കരുത്. അത് സാക്ഷരതയും ആത്മാഭിമാനവും രാഷ്ട്രീയ അവബോധവുമുള്ള കേരള ജനത വെച്ചുപൊറുപ്പിക്കില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തണമെന്ന് ജനം ആവശ്യപ്പെടുന്നു. സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആവാതിരിക്കാൻ, കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശവപ്പറമ്പാവാതിരിക്കാൻ സ്വയം വിമർശനവും കാതലായ തെറ്റുതിരുത്തലും ഉചിതമായ സമയങ്ങളിൽ നേതൃമാറ്റവും പാർട്ടി നേതൃത്വത്തിൽ അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്.